വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നേരം വെളുത്തിട്ട് 6 മണിയാണ് കേട്ടോ സമയം. അപ്പോൾ അതുവരെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരം വെളുത്തപ്പോൾ തുടങ്ങിയതാണ് മഴ പെയ്യൽ. നേരത്തെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇന്ന് മദ്രസ തുടങ്ങാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നാണ് മദ്രസ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ എണീക്കുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു നേരത്തെ തന്നെ നിലയൊക്കെ തൂത്ത് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിന്നുവിനെ മദ്രസക്ക് കൊണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിലമൊക്കെ തൂത്ത് തുടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിന്നുവിനെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ദോശയൊക്കെ ചൂടാൻ നിന്നത്. ദോശ വെച്ചാൽ ഇന്ന് തീ കൂടുതലായിട്ട് ദോശയൊക്കെ ചട്ടിക്ക് തീ കൂടിപ്പോയിട്ട് ദോശ കേട് വരാൻ തുടങ്ങി. അത് കാരണം കുറേ നേരം വൈകിട്ടാണ്. ആദ്യമേ തന്നെ കുറേ നേരം കെട്ടി മറിഞ്ഞു. പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ ഉമ്മാക്ക് കുറച്ച് മീനൊക്കെ ഇന്നലെ മസാല കൂട്ടി വെച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഞാനിന്നാൽ ഉച്ചക്ക് നേരാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മസാല കൂട്ടിയത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കുറേ ദോശ ചുട്ടതിന് ശേഷമാണ് ചട്ടി ഒന്ന് ശരിയായി കിട്ടിയത്. ഇപ്പോഴും കുറച്ചായിട്ടാണ് ശരിയായി വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നന്നായിട്ടാണ് തീ കത്തിപ്പിടിച്ചിട്ട് കിട്ടുന്നതന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു മുട്ട ഉടച്ചിട്ട് ദോശയുടെ മാവിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ശരിയായത് കുറേയൊക്കെ. പിന്നെ കുറേയൊക്കെ നല്ലെണ്ണ ഒന്ന് ചട്ടിയിൽ പുരട്ടി കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതൊക്കെ ചെയ്തിട്ടും ചട്ടി ശരിയായി വന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ശരിയായി വന്നത്. പിന്നെ ഇത് ലാസ്റ്റ് ഇപ്പോൾ ശരിയായി വന്നതാണ് കേട്ടോ. അങ്ങനെ ദോശ ചുടലും പരിപാടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മിന്നു വന്നു. മിന്നുവിന് ചായയൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞതാ. മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടോ. ഇന്ന് ഞാൻ ഇതുവരെ കെട്ടാത്ത ഒരു ഹെയർ സ്റ്റൈലാണ് കെട്ടിക്കൊടുത്തത്. അത് കാരണം അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല മുടി കെട്ടി കൊടുത്തത് കേട്ടോ. ഒരു സൈഡ് ഇഷ്ടമായി, ഒരു സൈഡ് ഇഷ്ടമായില്ല എന്നാണ് പറയണത്. അപ്പോൾ ആ സൈഡിക്ക് ഇഷ്ടമായില്ല, ഈ സൈഡിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ഇടത് ഭാഗം ഭയങ്കര ഇഷ്ടമായി. അത് എനിക്കും ഇഷ്ടമായി. പക്ഷേ ഓൾക്കും ആ സൈഡ് ഇഷ്ടമായില്ല. ഒന്ന് പിരിച്ചെന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മിന്നു പറയണത്. അങ്ങനെ ഞാൻ ഇക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് മാറ്റി കെട്ടാൻ തീരുമാനിച്ചു കേട്ടോ. പൊന്നും ഇങ്ങനെ പറയുന്നുണ്ട് അത് ഭംഗിയുണ്ടടി, കുഴപ്പമില്ല, രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ദേഷ്യത്തിൽ ഓള് കണ്ണിൻ്റെ മുകളിലൊക്കെ ഞാൻ എഴുതിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മറ്റേ സൈഡ് പോലെ തന്നെ ഈ സൈഡും ചെയ്തെടുത്തു കേട്ടോ. പക്ഷെ അതൊന്നും അവൾക്ക് പറ്റണില്ല. പിന്നെ രണ്ടുപേരും തല്ലായി. രണ്ടുപേരും കൂടി ഈ മുടിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വഴക്ക് കുടിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പിന്നെ കണ്ണിൻ്റെ മുകളിൽ എഴുതേണ്ട കാര്യത്തിൽ ഏട്ടത്തി അനിയത്തിയും ഭയങ്കര സെറ്റാണ്. കാരണം കണ്ണിൻ്റെ മുകളിൽ എഴുതുന്നത് മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മിന്നു എഴുതാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ താത്താന്നൊന്നുമില്ല. അപ്പോൾ അവിടെ ഭയങ്കര സെറ്റാണ്. അപ്പോൾ അതുവരെ തല്ലുകൂടിയാലൊന്നും അല്ല കേട്ടോ. പിന്നെ അങ്ങനെ മാമിക്കാക്കും മാമി എല്ലാവരും വന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് തുറന്നിട്ടിക്കണ്. ഇത് സ്വത്തുവിന് ഛർദ്ദിക്കാനുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ AC-യുടെ ഒരു സ്മെല്ല് കാരണം അവന് എപ്പോഴും അങ്ങനെ ഓനിക്കും പറ്റൂല, പൊന്നൂനും പറ്റൂല കേട്ടോ. സ്വത്തുവിനും പൊന്നൂനും എപ്പോഴും ഈ AC-യുടെ പ്രശ്നം നല്ല ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അവർ ഛർദ്ദിക്കും. അപ്പോൾ അത് കാരണമാണ് തുറന്നിട്ട്. പിന്നെ നല്ല മഴയില്ല, കൂടുതലായിട്ട് പെയ്യണില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ പോകുമ്പോൾ. അങ്ങനെ ഇതാ ഞങ്ങൾ ആമയൂർ പുതിയ റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഉമ്മാൻ്റെ ആങ്ങളുടെ മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോകലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്
പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോരുന്നതാണ് കണ്ടത്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ കുറേ ദിവസമായിരുന്നു പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ വെച്ചിട്ട് മദ്രസത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളത്തെ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിന്നുവിന് മലയാളത്തിലും ഒക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം എടുക്കാത്തത് കൊണ്ട് തന്നെ ഓൾക്കും ടെൻഷനായി തുടങ്ങി, എടുക്കണില്ലല്ലോ വെച്ചിട്ട്. പിന്നെ അങ്ങനെ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു മിന്നുവിന്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.